ഡോക്ടർ കൊടുത്ത ആ കത്ത് ഒരു മരവിപ്പോടെയാണ് പോലീസ് വായിച്ചത്. അതിലാകെ 3 കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലൈറ്റ് 702 തിരികെ വരും. പക്ഷെ പോലീസിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പോലീസ് കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടു. ഇതൊരു പക്ഷെ തട്ടിപ്പാവാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഉടനെ തന്നെ പോലീസ് ആ CCTV എടുത്തു നോക്കിയപ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു നിഴൽ പോലെ അയാളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരാ ദൃശ്യം പകർത്തി ഉടനെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിലോട്ട് പെട്ടെന്ന് പോയി. കഴിഞ്ഞ 5 വർഷത്തെ എല്ലാ CCTV ഫുട്ടേജുകളും അവർ അരിച്ചു പെറുക്കി. അത് കണ്ടപ്പോഴാണ് വളരെ അവിശ്വസനീയമായ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. 2019 വരെയുള്ള ദൃശ്യത്തിൻ്റെ ഓരോ ഫ്രെയിമിനകത്തും ഒരേ രൂപത്തിൽ ഒരേ വേഷത്തിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവരുടനെ തന്നെ IPS രണദേവ് സാറിനെ പോയി കണ്ടു. സാറിനോട് കാര്യം പറഞ്ഞപ്പോൾ ഒരു അസാധാരണമായിട്ടുള്ള സംഭവം ആയതുകൊണ്ടാവാം ഓപ്പറേഷൻ 702 എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ പ്ലാൻ ചെയ്തു. അവർ ആ കത്തെടുത്ത് ഫോറൻസിക് ലാബിലോട്ട് അയച്ചു. 2 ദിവസം കഴിഞ്ഞ് അതിന് റിസൾട്ട് വന്നപ്പോഴാണ് അവരാകെ നെറ്റിയത്. അതിലുണ്ടായിരുന്ന DNA ഒരു മനുഷ്യൻ്റെ അല്ല, പിന്നെ ഇതാരും